നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുമായി സൗദി അറേബ്യ. മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രത്യേക സന്ദർശക വിസ ഒരുക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. ദിരിയ പദ്ധതിയിൽ ഈ വർഷം ബുജൈരി പ്രദേശം തുറക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 2019 രാജ്യം ആരംഭിച്ച ടൂറിസ്റ്റ് വിസകൾ ഇപ്പോഴും നിലവിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടൂറിസം വിസയിൽ വരുന്നവർക്ക് യാതൊരു നിയന്ത്രണങ്ങളുമില്ല. 2030 രാജ്യത്തിന്റെ GDP-യിൽ ടൂറിസം മേഖലയുടെ സംഭാവന ഏകദേശം 10% ആകുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോയി മടങ്ങാത്തവർക്ക് 3 വർഷത്തേക്ക് തിരികെ വരാനാവില്ലെന്ന് പാസ്പോർട്ട് അധികൃതർ അറിയിച്ചിരുന്നു. എക്സിറ്റ് റീ എൻട്രി വിസയിൽ നാട്ടിൽ പോയതിനു ശേഷം കാലാവധി കഴിഞ്ഞിട്ടും തിരികെ വരാത്തവർക്കാണ് 3 വർഷത്തേക്ക് സൗദിയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പഴയ സ്പോൺസറുടെ പുതിയ വിസയിൽ തിരിച്ചു വരാവുന്നതാണ്. റീ എൻട്രി വിസയുടെ കാലാവധി തീരുന്ന തീയതി മുതലാണ് 3 വർഷ കാലയളവ് കണക്കാക്കുന്നത്. ആശ്രിത വിസയിൽ ഉള്ളവർക്ക് ഈ നിയമം ബാധകമായിരിക്കില്ല. അത്തരം വിസയിൽ ഉള്ളവർ റീ എൻട്രി വിസയിൽ നാട്ടിൽ പോയി നിശ്ചിത കാലാവധിക്കുള്ളിൽ മടങ്ങിയില്ലെങ്കിലും പുനഃപ്രവേശന വിലക്കുണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.